ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ജിം സിമുലേറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ജിം സിമുലേറ്റർ വീഡിയോ ആയിട്ട് എന്താ പട്ടി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജിം അപ്ഗ്രേഡ് ചെയ്യണോ അതോ പുതിയ സെക്ഷൻ വാങ്ങിക്കണോ എന്ന്. എല്ലാവരും പറഞ്ഞത് പണിക്കാളെടുക്കാനാ. രണ്ടും പറഞ്ഞില്ല, പണിക്കാൾ കുറക്കുന്ന നീ അടിച്ചതിൻ്റെ വാ നമുക്ക് ജിം ഉറക്കാം. അപ്പോൾ നമുക്കിന്ന് പണിക്കാരെ എടുത്തേക്കാം. നമുക്ക് ജിം അങ്ങോട്ട് വലുതാക്കുകയും ചെയ്തേക്കാം. അവിടെ നീ അകത്തോട്ട് വരണ്ട, നീ ഇങ്ങോട്ട് അവിടെ ഇരി. ഫില്ല് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ മറ്റേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്നാക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതൊരു ബ്രോ പറഞ്ഞു മറ്റേ വെൻഡിങ് മെഷീനിൽ വെക്കാനുള്ളതാവുന്നത്. ചിലപ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ, വെൻഡിങ് മെഷീനിലോട്ട് വെക്കാനുള്ളതായിരിക്കും. ഞാൻ എന്തായാലും തുടക്കത്തിൽ തന്നെ സ്റ്റാഫിനെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ പണിയെടുത്ത് മടുത്ത്. എവിടെ സ്റ്റാഫ്, എവിടെ ഹയർ സ്റ്റാഫ്, സ്പീഡ് 2 സെക്കൻഡ് ഈസ് റിക്വയർഡ്. അപ്പം നമുക്ക് ഹയർ ഓൺ ദ വേ. ഞാൻ എല്ലാവരും പണിക്കെടുത്താലാ? എല്ലാവരും പണിക്കെടുക്കാൻ പോകുന്നത് 1 2 3 4 5 6. ഓക്കെ, 6 ആൾക്കാരെ ഞാൻ പണിക്കെടുത്തിട്ടുണ്ട് ജിമ്മിൽ. ഇവിടെ ഇവരെന്നൊക്കെ പണിക്കാരാണാ? അടുത്തോൾ എടാ മോനെ. വന്നിട്ട് രണ്ടാളായിരുന്ന. പണിയണിക്കോ എല്ലാവരും പണിയണിക്കോ, ഒരു പ്രശ്നമില്ല. ക്ലീനിങ് ഒക്കെ തുടങ്ങിക്കോ. എല്ലാം ചെയ്യുന്ന കേട്ടാ. നോക്കട്ടെ എന്നെ എന്തൊക്കെ എടുത്ത്. ഒരു മിനിറ്റ് ചേച്ചി. ആലി വേണ്ട തെറ്റ്. എന്താ വേണ്ടി? സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് പണിക്കെടുത്തിട്ടുണ്ട് അപ്പം ആൾക്കാരെ. VIP. ഓക്കെ, ഇനി നമുക്ക് ജിമ്മിൻ്റെ അപ്ഗ്രേഡൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പണ്ട് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഇവൻ ക്ലീനറാണ്. ഇത് മെക്കാനിക്ക് 2 ബാർ വർക്കർ, അല്ല 1 ബാർ വർക്കർ, 1 സെക്യൂരിറ്റി സ്റ്റാഫ്. ഓക്കെ, നമുക്ക് ഒരാൾ മതിയില്ലേ? ഇത് ചിലവല്ലേ? 1 സ്പീഡ് 2 ക്ലീനർ മതി. അവന്മാരെ നോയിക്കോളും. കണ്ടോ, അവന്മാർ വെറുതെ നിൽക്കേ. നമുക്ക് വലുതാക്കുമ്പോൾ എടുക്കാം. അപ്പം ഞാൻ വെയിറ്റ് ബിറ്റ് 1 2 3 4 ആൾക്കാരെ ഞാൻ പണിക്കെടുത്തിട്ടുള്ളൂ കേട്ടോ. 4 പുതിയ ആൾക്കാരെ പണിക്കെടുത്തിട്ടുണ്ട്. ഇവർ മതി. ബാക്കിയൊക്കെ വെറുതെ ഇവർ നോക്കിക്കോളൂ ഫുള്ള്. അപ്പോൾ എനിക്കിനി അപ്ഗ്രേഡേഷനൊക്കെ നോക്കി ഇങ്ങനെ സുഖമായിട്ട് നടക്കാം. ഇവിടെ ഈ കൊച്ചു കൊള്ളാലേ. ഇവിടെ ഞാനപ്പോൾ ജിമ്മിൻ്റെ പണിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് തുടക്കം. കണ്ട പണിക്കെടുത്ത് അതേ ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോഴത്തേനും വൃത്തിയാക്കാൻ പോകുന്നു. എവിടാ മോനെ? കോഴികൾ ഇവയ്ക്ക് തോന്നുന്നു കോഴിനെ ഓടിക്കാനാവും കേട്ടാ. കോഴികൾ വന്നാൽ ഇവനെ ഓടിക്കുമായിരിക്കും. നോക്കട്ടെ. നോ മോർ കോഴീസ് ഇൻ ജിമ്മ് കേട്ടാ. അപ്പോൾ ഇവൻ അവിടെ ഒരു കോഴി വരുന്നില്ലല്ലോ. ജിമ്മൊക്കെ ഫുൾ വൃത്തിയായി. ജിമ്മിൽ ഫുൾ മെഷീനിലെ ആൾക്കാർ കേട്ടാ. ലൈറ്റായി പോയി. എന്താ ഉണക്കി വൃത്തിയ. സ്പ്രേ അടിക്കാൻ വേറെ ആരും വേണം. സ്പ്രേ അടിക്കാൻ ഞാൻ തന്നെ വേണം തോന്നുന്നല്ലേ. കുഴപ്പമില്ല, സ്പ്രേ അടിക്കാം. സീനില്ല. എന്താ വേണ്ടി? VIP ഒക്കെ വന്നു തുടങ്ങി കേട്ടാ. VIP ആണോ? VIP. പോണ കുടിക്കാത്ത നാട്ടം കൂടിയല്ലേ ജിമ്മില്. ഞാനുണ്ടോ വിളിക്കാത്ത? നോ വിളിക്കാത്തവൻ മൈ ജിം. ഓക്കെ ബൈ. അപ്പം ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ സാധനം വാങ്ങിക്കാം കേട്ടാ. അല്ലെ നമുക്ക് ലാസ്റ്റ് പേടിച്ച് ഓനെന്ത് വെച്ചിട്ട് അടിച്ച് കണ്ടം പിടിച്ച് കേട്ടാ. എടേ നീ എന്ത് വെച്ചിട്ട് അടിച്ച്? ഒരു പടക്കം പൊട്ടിച്ച സൗണ്ട് കേട്ട്. കൊള്ളാം കേട്ടാ, കൊള്ളാം. അവനെ വൃത്തിയാക്ക് പെട്ടെന്നായിക്കോട്ടെ. ജിമ്മില് വൃത്തിയാടുന്നുണ്ടാൻ പാടില്ല. പോന്ന് നോ മോർ കോഴി. അടി. അവനെ അടിച്ച് ഒരൊറ്റ അടി അവൻ്റെ. ഒട്ട് സേഫ് അല്ലേ? അത് സെക്യൂരിറ്റിനൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരാണ്. അപ്പം നമ്മളെ ജിമ്മിൽ ഇനി നോ കോഴിലെസ് ജിമ്മാണ് ഇനി നമ്മുടെ ജിമ്മ് കേട്ടാ. ഇനി ആർക്കും സേഫായിട്ട് വന്നിട്ട് വെയിറ്റ് എടുക്കാം.
ഇവിടെ ഒരെണ്ണം കൂടുതലുണ്ടോ? ഇല്ല, കുറച്ചുകൂടി ഇത് വാങ്ങിക്കണല്ലേ. ഇവിടെ നമുക്ക് ഇതുവരെ ഇതാക്കിയാലോ, മറ്റേ ഈ ഡ്രസ് ചേഞ്ചിങ് റൂം. ആൾക്കാരുടെ എണ്ണൊക്കെ കൂടുമല്ലേ. ഞാൻ ഒരെണ്ണം അപ്ഗ്രേഡ് ചെയ്യാം, പതുക്കെ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് പോകുന്നവൻ കൊടുത്ത് കുറച്ച് വെളിച്ചം വരട്ടെ. നമ്മൾ ജിമ്മിൽ തീരും വെളിച്ചല്ല, അപ്പം ഞാൻ ഇതാക്കുന്നുണ്ട്. അപ്ഗ്രേഡഡ്. അടുത്താളടിക്കാൻ പോകുന്നു കേട്ടാ. ഓളിയോ കൊടുത്ത്. ഈ നാട്ടുള്ള പെണ്ണിനാണ് ഇവൻ നോക്കുന്നത്. പിന്നെ ഉടുപ്പില്ല, ഇവൻ നോക്കുമ്പോൾ ഒരു നല്ലതാണ് ഒരു നോക്കൂടെ. കുളിക്കാത്തവളൊക്കെയാണ് നോക്കുന്നത്. ഇതേ ഒരു കുളിക്കാത്തവൻ പോന്നു. മോളെ സാധനം സ്റ്റോക്കില്ലേ? ഇതിനെ ഫില്ലാക്കി തരാം എങ്കിൽ. ഓക്കെ, അപ്പം ഞാനൊരു വെൻഡിങ് മെഷീനും കൂടി വെക്കണം. വെൻഡിങ് മെഷീൻ ഞാൻ ഇവിടുന്ന് ഈ ഷീറ്റ് മാറ്റിയിട്ട് പോകുന്നു കുളിക്കാത്തത്. വിളിക്കാൻ പറ്റേ VIP. ഓക്കെ, VIP. ഓക്കെ, നെക്സ്റ്റ് VIP ആണോ? സ്റ്റാൻഡേർഡ്. ഓക്കെ, നമുക്ക് അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ജിം, അപ്പോൾ സീലിംഗ് നമ്മൾ ഫുള്ളി അപ്ഗ്രേഡ് ചെയ്ത്. ഇനി ജിമ്മിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ. ജിമ്മിൻ്റെ ഒറ്റസേ ഉള്ളൂ, ഇത് മതി. ലുക്ക് നോക്കിയാൽ നമ്മൾ ജിമ്മിൻ്റെ. എടാ മോനെ, ഫുൾ ഗ്ലാസ്, മുകളിൽ നിന്ന് വെളിച്ചം, വെയിൽ കൊണ്ട് വേർക്കാം, ഫ്രണ്ടിൽ നിന്നും ഫുൾ വ്യൂ സീൻ. ഇതാ കടി. കയറി വരുമ്പോൾ തന്നെ അതെ കൊച്ചിരുന്നൂടെ വെയിറ്റ് അടിക്കുന്നു. നമ്മളത് റിസപ്ഷൻ ടേബിള്. ഓക്കെ, റിസപ്ഷൻ ടേബിൾ വലുതാക്കി. ഇതപ്പം ഇനി വേണ്ട, വെയിറ്റൊക്കെ. ഇവിടെ ഇരിക്കട്ടെ. എടാ മോനെ, നീ ഒന്ന് ഇറങ്ങുക. വന്ന് നിന്നെടുത്ത് അപ്പുറത്തോട്ട് വെക്കാനാ പറ്റുമോ? അങ്ങനെ തന്നെ. അയ്യോ, ഞാൻ വേറെ എന്തോടത്ത് കൊണ്ടുപോയല്ല. ഓക്കെ, വേറെ ഐഡിയ ഉണ്ട്. നിങ്ങളൊക്കെ ഗ്ലാസ് നമുക്ക് നോക്കി ഓടിക്കോ. സ്ഥലം കളയാനുള്ളതല്ല. ഒരു മെഷീനും കൂടെ ഇവിടെ വെക്കാൻ പറ്റും. ഏതല്ല ശരിയായ സെറ്റിംഗ്. ഇനിയിപ്പോൾ എന്തിനകത്ത് ഇവിടെ അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ അറ്റത്തോട്ട് മുട്ടിച്ചിടാം. നോ ഇഷ്യൂ, നോ മണി, നോ ഹണി. അങ്ങനെയല്ല, വേറെ അങ്ങനെ വരുത്തില്ല. ഓൻ ക്ലീൻ ചെയ്തോളൂ. എടി മോളെ ഒന്ന് എണീക്കോ. ഈ ഷീറ്റ് നിർത്ത് അപ്പുറത്തോട്ട് തന്നെയാണ്. ഇവിടെ ആള് വന്ന്. VIP ആണോ? അല്ല, സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ്. കുളിക്കാത്തോട് പോണ്. എന്തോടെ അതിന് നാറ്റ് എത്ര അടിച്ചിട്ടും പോകത്ത്. നോ കുളിസീൻ. ഓക്കെ, കൊടുത്ത് അടിച്ചി. ചെണ്ട വിട്ടെന്നവൻ. കൊള്ളാം കേട്ടോ ഇവൻ, സൂപ്പർ. കൊറേ വിളിക്കാത്ത. അപ്പൊ ഞാൻ വെൻഡിങ് മെഷീൻ വാങ്ങിക്കട്ടെ ഒരെണ്ണം. വെൻഡിങ് മെഷീൻ വാങ്ങിയിട്ട് ഫുൾ സ്റ്റോക്ക് വെക്കട്ടെ. വന്ന ലോ ക്ലാസ്. VIP ആണ്, കണ്ടാലേ പറയും. അത്രേ ഉള്ളൂ. എൻ്റെ കടയിലൊരു പെണ്ണ് നിൽക്കുന്നുണ്ട് ജോലിക്ക്, അതേപോലെ തന്നെ ഉണ്ട്. നമ്മളെന്ത് വാങ്ങിക്കും? ഷോപ്പ്, ലോക്കർ റൂം, ഡെക്കറേഷൻ നമുക്ക് വലുതാക്കിയിട്ട് ചെയ്യാം. പെയിൻറ് എക്സ്ട്രാ. വെൻഡിങ് മെഷീന് ഒരെണ്ണം മതിയാ? ഒരെണ്ണം വെച്ച് നോക്കട്ടെ. ഇതെങ്ങനെയായിരുന്നു?
ഓക്കെ, അവിടെ ഇരിക്കട്ടെ. വെൻഡിങ് മെഷീൻ കൊടുത്ത് ആര് കൂട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇതിന് ഞാൻ ഫില്ല് ചെയ്യേണ്ടി വരുമല്ലേ? ഓ, ഇത് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഫുള്ളായി. അപ്പൊ എനിക്ക് ഇനി ഇവിടുന്ന് ലാഭം കിട്ടും. എന്തോ വേണം ഇനി. കുളിക്കാത്തവരോട് നിർത്തോണ്ട് വന്നു. സെറ്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് പോയിട്ട് ഇനി ഓരോ പെട്ടി സാധനം എടുത്തിട്ട് വരേണ്ടി വരും അവിടുന്ന്. ഓ സെറ്റ്. ഞാൻ ഒരു മെഷീൻ കൂടി വാങ്ങിയല്ല. പോകുന്നുണ്ട് കേട്ടാ. അതേ കൊടുക്കുന്നു. കൊടുത്ത് അയ്യോ, കുളിക്കുന്നു അടിയിട്ടു. ഇവിടെ സാധനത്തിന് കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഓക്കെ അല്ലേ? മെമ്പർഷിപ്പ് എടാ, ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൊച്ചു നോക്കിക്കോളൂ അവിടുത്തെ സംഭവങ്ങളൊക്കെ. സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത സാധനം അപ്ഗ്രേഡ് ചെയ്യാം. പോള് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വന്നിട്ടില്ലല്ലേ? ഓ, വന്നിട്ടില്ല. അല്ല, പോള് ആദ്യം ഓപ്പൺ ആക്കണ്ടേ? ലോക്കർ റൂം ഇതെന്തര്? ഇതെന്താ സാധനം എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ ഞാൻ കാശ് ഒരു മിനിറ്റ്. ഇതെന്തൊരു ഐറ്റോ? വെളിച്ചാണത്? എന്താന്ന് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. ഈ കുളിക്കാത്തവള് ചാടി നോക്കാൻ പറ്റില്ലല്ലേ? ഞാനൊന്നും കണ്ടില്ല. ഇതിനങ്ങോട്ട് നോക്കിക്ക്. ഞാൻ ഈ കൊച്ചിന് സ്പ്രേ അടിക്കാൻ വന്നു, അല്ലാണ്ട് വേറെ ഒടിഞ്ഞു നോക്കാൻ തോന്നുന്നില്ല. കമന്റിലാരും അപരാധം പറയരുത് കേട്ടാ. ഓണം അറിയരുത്. ഓക്കെ, അപ്പം അത് സെറ്റ്. നമുക്ക് പോയിട്ട് കുറച്ച് സ്റ്റോക്ക് എടുക്കണം. നോക്കട്ടെ ഇനി എന്താ ഉള്ളത്. ഓ, ഞാൻ ഫീമെയിലിന് മാത്രം. ഇവിടെ മെയിൽ. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ. ഞാൻ ഫീമെയിലിന്റെ വേറെ ഉണ്ടല്ലേ? ഇത് വേണം. സ്റ്റാൻഡേർഡാ 10,000 ഇനി ഞാൻ ഫീമെയിലിന് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി ഇല്ല. നമുക്ക് എല്ലാവർക്കും അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തത് ആ ലൈറ്റ് വെച്ചത് ഗേൾസ് റൂമിലും ഫീമെയിൽസിൻ്റെ റൂമിലും ചെയ്യണം. ജിമ്മ് ഫീമെയിൽ ഒന്ന് വെച്ച് അത് നോക്കട്ടെ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഒരെണ്ണം വെച്ചിട്ട് ഞാൻ നോക്കി നോക്കട്ടെ കേട്ടാ. ഒരെണ്ണം വെച്ചപ്പോൾ തന്നെ എത്ര വിളിച്ചായാലോ? ഓക്കെ, സെറ്റ്. ഓക്കെ, അവിടെ 10,000 ഉണ്ടാക്കണം. 10,000 ആവണം. ഞാൻ ഒരു മിനിറ്റ് കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിട്ടെ. എവിടെ കട? എല്ലാത്തിനും പെട്ടി എടുക്കാം. എല്ലാം കാലിയാക്കിയല്ലേ? ഒരു വെൻഡിങ് മെഷീന് വാങ്ങിട്ട് വെക്കാം. എന്നിട്ട് ചിക്കൻ റൈസ്. ചിക്കൻ റൈസ് ഇത്ര കിട്ടുള്ളൂ അല്ലേ? എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നണ കേട്ടോ അത്യാവശ്യം. ഞാൻ വീണ്ടും വാങ്ങിയൊക്കെ വെറുതെ.
അവിടെ കാലി. ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഫീമെയിൽ റൂം മാക്സിമം ആക്കണം. പിന്നെ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. വെൻഡിങ് മെഷീൻ. ഓ ഇനി ഇൻവെന്ററി 77 ഉണ്ട്. ഞാൻ വെറുതെ വാങ്ങിയത്. അപ്പൊ ബ്രോ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അയ്യോ ആ അവിടെ നോട്ടെ. ഇത് കൊച്ചെടുക്കണ വെച്ചിട്ട് കാശ് തരണോ ജി? എന്തെടുത്ത് എന്തൊക്കെ എടുത്ത് നല്ല കാശ് തരുന്നുണ്ട് കേട്ടോ അതിന്. അവരെടുക്കുമ്പോൾ അവിടെ പുതിയ മെമ്പർഷിപ്പിന് ആൾക്കാർ. ഓ കണ്ട ആകാശം കാണും ഇപ്പൊ നമ്മള് ജിമ്മി എന്നാല്. ആകാശം കണ്ടേ, മേഘങ്ങളൊക്കെ കണ്ടേ. ഓ വെയിറ്റ്, ഇനി എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണോ? പൂൾ നമുക്കായിട്ടില്ല. ജിമ്മ് 1 ടാബ്ലോ വരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത്. ഇനി ഇതിലൊന്നുമില്ല. ഇനി പൂളാണുള്ളത്. പിന്നെ ഫീമെയിൽസ് റൂമിൽ ഫീമെയിലിൻ്റെ നമ്മൾ 2 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എടാ വെറുതല്ല, അതിന്റെ ബാക്കിക്ക് എന്തോ ഉണ്ട്. ഒരു മിനിറ്റ്. ഓ ഇവിടെ ഇങ്ങനൊരു ഐറ്റം ഉണ്ടായിരുന്ന. ഇതാണ് സ്പാ കോപ്പ്. ഞാൻ ഇത് എന്തിനും വാങ്ങാന്ന് വെച്ചിട്ട്. അത് ശരി. ഓ ഇവിടെ അപ്പൊ നമുക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യാണ്ട്. വെയിറ്റ് ചെയ്യേ, 10,000 ആയാ കണ്ടാ. ഈ ആ കൊച്ചിന് ഫ്രീ ഇട്ട് കൊടുക്കുമ്പോ കാശില്ല. അപ്പൊ അത് കാശാകുമ്പത്തിന് നമുക്ക് ഈ ബാക്കി ഷവേഴ്സ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഞാൻ നന്നായി കേട്ടാ മറ്റേ ഇത് വാങ്ങിക്കാണ്ടിരുന്നത്. എക്സ്ട്രാ പുതിയ ഇത് വാങ്ങിയില്ലല്ലോ ഞാൻ. മറ്റേ ഇങ്ങോട്ട് ഡ്രസ്സിങ് റൂം വാങ്ങിക്കാൻ നിന്നിരുന്ന. ഓക്കെ ഈ ബെഞ്ച് പോകുന്നുണ്ട് കേട്ടാ. ആ കൊടുത്ത് അവരുള്ള കിട്ടി. ഈ ലോക്കർ നമുക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ അത് സെറ്റ്. ഈ കച്ചറ കൊട്ട എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇനി ഷവർ റൂം. ഇവിടെ ഷവർ റൂം വെക്കണല്ലേ. അത് അവിടെ ഇരുന്ന ശരിക്കും ഷവർ റൂം വെക്കണ്ട. ഈ സൈഡില് ഷവർ റൂം ഒക്കെ ഇവിടെ നോക്കാറ്റോ? നോക്കട്ടെ ഏട്ടാ. ഓ ഇവിടെ കാറ്റത്തില്ല. ഓ ഒരു 10,000 ആയില്ലേ. ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 10,000 കിട്ടുമായിരിക്കും. VIP ആ അത്രയും. നെക്സ്റ്റ് നീയും VIP ഒന്നും പറയണ്ട. VIP ആ ഓക്കെ. ജിമ്മ് ഫീമേഴ്സിൻ്റെ സ്പാ അപ്ഗ്രേഡ്. ഓക്കെ സെറ്റ്. അയ്യോ അടുത്ത ആട് വന്നു. സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് ലോ ക്ലാസ്. ഓക്കെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ്. നമ്മൾ ജിമ്മിൽ ഇപ്പം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 68 മെമ്പേഴ്സ്. എന്ത് ഇങ്ങനെ വെക്കുന്നു? എനിക്ക് എക്സസൈസ് ചെയ്യണം. നമ്മളെ മെക്കാനിക്ക് പണിയെടുക്കുന്നുണ്ടോ കേട്ടാ. ജിമ്മൊക്കെ പക്കയാണ്. എനിക്കൊന്നും വലിയ പണിയൊന്നും വന്നില്ല. അപ്പൊ ഗേൾസിന്റെ സ്പായുടെ പണി പരിപാടി എങ്ങനെ എന്തിനാടെ?
ഓ ഓരോന്നിലും ഓരോന്നാണ് കേട്ടാ. അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ വെക്കാൻ പോയി ലോക്കർ. ഓക്കെ, സെറ്റ്. ഒരു ലോക്കറും കൂടി വെക്കാം അവിടെ. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ ആരെയോട്ട് അടിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം. ഇവിടെ നിന്ന് തുടങ്ങാം. സെറ്റ് സെറ്റ്. എന്താ നീങ്ങാത്ത? ബെഞ്ചിൻ്റെ അവിടെ തിന്നോണിയാ. ഇവിടെ ഒരെണ്ണം വെക്കാം, പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ അലമ്പാവും. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്മെല്ല് പോവും. പോയി കേട്ടാ. പോയാ? ഇല്ല, മറ്റുണ്ട്. ഇനി എത്ര എണ്ണം എൻ്റെ കയ്യിൽ? ഒരെണ്ണമുള്ള എൻ്റെ കയ്യിൽ. ഇനി അയ്യോ, ഇതിലൊക്കെ ആളുണ്ടാ. ആളെയും കൂട്ടി എടുക്കായിരുന്നു ഇങ്ങോട്ട്. തളിച്ചിട്ട് വെച്ചിട്ട് സെറ്റല്ലേ? സെറ്റാണ്. ഇയാളെ ഇറങ്ങിയില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ വേറെ അടുത്തും കയറി പോയിൻ്റെ അകത്ത് എടുത്തില്ലെങ്കിൽ ജിം ക്ലോസിങ് ടൈമായി. നമ്മൾ അടക്കാനുള്ള ടൈമായി. ഓക്കെ, അത് സെറ്റ്. ഓക്കെ, ഫുൾ സെറ്റപ്പ് ചെയ്ത്. കറക്റ്റ് ഒതുങ്ങി കേട്ടോ എല്ലാതും. അപ്പം ഈ സൈഡിലെ ഡ്രസ്സിങ്, ഈ സൈഡിൽ കുളിക്കുന്ന സ്ഥലം, നേരെ പോയ സ്പാ. എന്തോ എടേ, ആണുങ്ങൾക്കും നമ്മുടെ പെണ്ണുങ്ങൾ തന്നെയാണ് സ്പാ ഇരിക്കുന്നത്. അത് ശരി, അത് കൊള്ളാല്ലേ. ജിമ്മൊക്കെ അടച്ച് എല്ലാവരും വീട്ടിൽ പോയി. അപ്പം സമയം കഴിഞ്ഞു. അവിടെ അത് ക്ലീൻ ചെയ്തില്ല. മാറിപ്പോയാ? കുഴപ്പമില്ല, ഇത്രയും ക്ലീൻ ചെയ്തില്ല അവൻ. ബാക്കി ഞാൻ ക്ലീൻ ചെയ്തോണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി ഫുൾ അപ്ഗ്രേഡ് കഴിഞ്ഞു. ബെഞ്ച് ഇട്ടിട്ടില്ലല്ലേ? ജിം ഫുൾ ക്ലീൻ ആയിപ്പോൾ ബെഞ്ച് ഇടാണ്ടല്ലോ ഇവിടെ. ബെഞ്ച് അങ്ങനെ ഇടുന്ന കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നണം. അതാകുമ്പോൾ നടക്കാനുള്ള സ്ഥലം കിട്ടും. മാറ്റാം.
പാർട്ടി തുറന്നു. നാല് ബെഞ്ച് അവിടെ, ഒരു ബെഞ്ചും കൂട്ട കറക്റ്റാ. ഇവിടേക്ക് ഒരു ബെഞ്ച് വേണം. ഇവിടേക്ക് ഓ ഞാൻ ഈ സൈഡിൽ ഇട്ടതല്ലേ. ഇവിടേക്ക് ഒന്ന്, ഇവിടേക്ക് ഒന്ന്. 2 ബെഞ്ച് വേണം. 2ഉം 7ഉം 3ഉം 10 ബെഞ്ച് വേണം. 10 ബെഞ്ച് വാങ്ങിക്കാനുള്ള കാശ് ഉണ്ടോ? ഇതൊക്കെ പിന്നെ നമുക്ക് ഇവിടെ പോയിട്ട് വാങ്ങിക്കാനുള്ളതാ. ഓ പിന്നെ ഇത് പറഞ്ഞിരുന്നാരോ, കൂളർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്താ ആൾക്കാർ വിയർക്കില്ല എന്നല്ലേ. പിന്നെ വിയർപ്പ് കുറയുമെന്ന് പറഞ്ഞു കൂളർ വെച്ചാൽ. കൂളർ നമുക്ക് പിന്നെ വെക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ ജിമ്മിൻ്റെ ഇത് കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ ജിമ്മ് വലുതാക്കാൻ നോക്കാം. ഇനിയപ്പോൾ നമുക്ക് ഇവിടെ വലുതാക്കാനൊന്നുമില്ല. എല്ലാം സെറ്റപ്പായി, എല്ലാം ഫില്ലാണ്. ഓക്കെ, അപ്പോൾ ഫുൾ സെറ്റ്. ഓ ഇത് തീർന്നായിരുന്നാ? അതും സെറ്റായി. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എടാ ഇത് ക്ലോസ് ആവുന്നില്ലല്ലോ. ആ നമ്മൾ നീ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിക്കുന്നില്ലേ? കഴിച്ചോണെങ്കിൽ വേണ്ടേ? തിന്നത്തെ. യോ എന്നാ ബാപ്പുവാ. അപ്പോ എന്നാ പോണ്ടേ അവിടെ പാപ്പയില്? വന്നിണ്ടാ? വരുന്നുണ്ട്. കൂടെ പരസ്യം കൊടുക്കണം. പരസ്യം കൊടുത്ത ആൾക്കാർ പിന്നെ ഒഴുകി വരും ജിമ്മിലോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ജിമ്മ് വലുതാക്കാൻ നോക്കാം. കാശാകുമ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നില്ല. അപ്പോൾ ലൈക്കൊക്കെ അടിക്കണം, എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ. അപ്പോൾ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, അടുത്തെന്താ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ, ടാറ്റാ.